റീസെന്റ് നിങ്ങളൊരു ഇനാഗ്രേഷന് പോയപ്പം കുട്ടി വീണു പക്ഷെ കുട്ടീനെ നോക്കിയില്ല അങ്ങനെ പറഞ്ഞിട്ട് കുറേ കമൻസ് എനിക്ക് തോന്നുന്നു ഞാൻ ആ വീഡിയോയിലാണ് കൂടുതൽ കമൻസ് ചെക്ക് ചെയ്തത്. കാരണം എല്ലാവരും സെയിം ആയിട്ടുള്ള, പക്ഷെ നിങ്ങൾ അതിനൊരു എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ശരിക്കും എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്ന് മനസ്സ് തട്ടി ഫീൽ ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ പറയുന്നത്? പക്ഷെ ആ ഒരു വീഡിയോ ആരോ ഇങ്ങനെ ഇട്ടതാണ്, നമ്മൾ പോലും ശ്രദ്ധിച്ചിട്ടില്ല മിലിയോ സൈഡിൽ നിന്ന് അങ്ങനെ വീഴും. ആ ഒരു വീഡിയോ വന്നപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അതിൽ പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോന്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അതിന് റിപ്ലൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് റിയാക്ട് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ റിയാക്ട് ചെയ്തിട്ട് ആൾക്കാർ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പ്ലസ് മിലിയോ എന്ന് പറയുമ്പോൾ മിലിയോ ഇവിടുന്ന് ഒക്കെ വീഴുന്ന ആളാണ്. അങ്ങനെ ഓടിപ്പോയിട്ട് നമ്മൾ അങ്ങനെ അയ്യോ മിലിയോ വീണല്ലോ അങ്ങനെ ചെയ്യുന്ന പാരന്റ്സ് എല്ലാം ഞാനും അങ്ങനെയാണ്. ആ ഒരു അതിന് ഞാൻ ബാക്കി കമന്റ്സ് ഒന്നും ഞാൻ റിയാക്ട് ചെയ്യാറേ ഇല്ല. നമ്മളുടെ വീഡിയോസ് റിയാക്ട് ചെയ്തിട്ടുണ്ട് കുറെ ആൾക്ക്, അതിനൊന്നും ഞാൻ റിയാക്ട് ചെയ്യാറേ ഇല്ല. അത് അവരുടെ കണ്ടന്റ് ആണ്. ചിലപ്പം അങ്ങനെ റിയാക്ട് ചെയ്തിട്ടായിരിക്കും അവർ ഈ മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് അവരുടെ കണ്ടന്റ്, നമ്മളെ കണ്ടന്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ക്ലിയർ. പക്ഷെ ഇതിന് ഞാൻ റിയാക്ട് വീഡിയോ ഇട്ടിട്ടില്ല, അല്ല എന്തോ സ്റ്റോറി അങ്ങനെ ഞാനൊരു വലിയ റൈറ്റിംഗ്സ് ആണ് കൊടുത്തത്. അത് വെച്ചാൽ അതിന് എനിക്ക് തോന്നി ഇതൊരു നമ്മൾ പേരൻസിലേക്ക് എത്തിക്കേണ്ട ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഒരു ക്ലിയറൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ ന്യൂ ബോൺ പാരൻസ് ആണ്, നമ്മൾ ആദ്യത്തെ ബേബിയാണ്, നമ്മളെല്ലാം പഠിക്കുന്നു, നമ്മളെല്ലാം റിസർച്ച് ചെയ്യുന്ന പോലെ ഓരോ ദിവസവും ചാലഞ്ചിങ് ആണ്, ഒരു ദിവസം സംതിങ് ന്യൂ ആണ് വരുന്നത്. അപ്പം നമ്മുടെ കാര്യത്തിൽ മിലിയോ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ലോകത്തിലെ ഏറ്റവും മൂല്യമായ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ വൈഫ് ദെൻ മൈ ബേബി അങ്ങനെ. അപ്പോൾ മിലിയോ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിപ്പോയി ആൾക്കൂട്ടത്തിൽ ഇപ്പം നമ്മളിങ്ങനെ പോവാണ്, ആ സമയത്ത് മിലിയോ വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തെന്നി വീണിട്ടും ഇല്ല, അത് ജസ്റ്റ് ഇങ്ങനെ മിലിയോ ഇപ്പൊ പ്രീ സ്കൂളിൽ പോകുന്നൊരു കുട്ടിയാണ്. പ്രീ സ്കൂളിൽ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കളിക്കുന്നതും വീഴുന്നതും ഒന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ ടീച്ചേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് അവിടെ ആക്കുന്നു, തിരിച്ചു കൂട്ടിയിട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആൾക്കൂട്ടം ഇത്രയും ഒരു 3.5 വയസ്സായ കുട്ടി വീണ് കഴിഞ്ഞാൽ ഓടിപ്പോയി നമ്മൾ എടുക്കുമ്പം അവൻ ഏറ്റവും ആദ്യം നോക്കുന്നത് ആ ഒരു ചുറ്റുപാടായിരിക്കും. ആ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ അവനെ വീക്ഷിക്കുന്നുണ്ടാവും. അവന് ആദ്യം അവിടെ എംബാരസ്മെൻ്റ് ആയി. കാരണം അവൻ്റെ മൈൻഡിൽ പ്രോസസ്സ് ആവുന്ന ഞാൻ വീണാലൊന്നും സ്വന്തമായിട്ട് എണീക്കാൻ പോലും കഴിവില്ലാത്ത കുട്ടി എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് അവൻ്റെ അടുത്ത് വരും. എനിക്ക് അതിനുള്ളൊരു പവർ ഇല്ല, അല്ലെങ്കിൽ എനിക്കത് പറ്റില്ല, ഒറ്റയ്ക്ക് എണീക്കാൻ പറ്റില്ല എന്നുള്ളൊരു അപ്പോൾ വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് എണീക്കണം. നമ്മൾ വീഴ്ചയിൽ നിന്ന് എണീക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും റൈസ് ചെയ്യുന്നത്, നമ്മൾ ഉയർച്ചയിലേക്ക് പോകുള്ളൂ. വീണിടത്ത് തന്നെ കിടക്കുകയാണെങ്കിൽ ആൾക്കാർ അയ്യോ 3-4 അറിയാത്ത ആൾക്കാർ കൂടി നിൽക്കുക, അയ്യോ വീണ് പറ്റി. ആ സിമ്പതി കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അവനവിടെ സ്ട്രോങ് ആക്കുകയാണ് വേണ്ടത്. നമ്മൾ പോയി എടുത്ത് പൊക്കി നാളെ അവൻ സ്കൂളിൽ പോയി വീണ് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ പോയി വാരിക്കോരി എടുത്ത് ഉമ്മ വെച്ച് താലുവലിച്ച് പൊന്നാരിച്ച് നിൽക്കാൻ അവിടെ ടീച്ചർമാർക്ക് അവിടെ 10-50 കുട്ടികൾ വേറെയുണ്ട്. 50 കുട്ടികളും വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അത് പഠിപ്പിക്കാൻ പറ്റുമോ? അതിൻ്റെ ആവശ്യമില്ല. അവൻ വീഴട്ടെ, അവൻ സ്കൂളിൽ പോയാൽ വീഴട്ടെ. നെക്സ്റ്റ് ടൈം സ്കൂളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അവൻ വെയിറ്റ് ചെയ്യും ടീച്ചർ വരാനോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എടുക്കാനോ. എടുത്തിട്ടില്ലെങ്കിൽ കുട്ടിക്ക് സങ്കടമാകും, അവനൊരു സ്ട്രോങ് ഒരിക്കലാവില്ല. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ വീഴ്ചകളിൽ കുട്ടികൾ വീഴണം, ഓടണം, പഠിക്കണം, അവിടെ നിന്ന് എണീക്കണം, സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടാകണം. അവനെ ഇത്രയും ആൾക്കൂട്ടുന്നത് വീഴുമ്പോൾ നമ്മൾ പോയി എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കോൺഫിഡൻസ് ആണ് നമ്മളവിടെ നശിപ്പിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അവൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരട്ടെ, അവൻ എല്ലാം വീഴും. ഇന്നലെ ഒരു ഇൻസിഡന്റ് ആയ, നമ്മൾ ഇന്നലെ ഒരു മാരേജിനായപ്പോൾ ഫുള്ള് ക്രൗഡാണ് ആ ഹാളില്. ഒരു കുഞ്ഞു കുട്ടി, അപ്പം അവൻ നമ്മളെ അടുത്തുനിന്ന് മിസ്സായി. ആ ഹാളിലേക്ക് അവൻ എവിടെയോ ഓടിപ്പോയി. ചില കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, പാരന്റ്സ് പെട്ടെന്ന് മിസ്സായി അവർ പാനിക്കായി കരയാനാ തുടങ്ങുക. പക്ഷെ മിലിയോ പെട്ടെന്ന് നമ്മളെല്ലാം സ്ട്രെസ് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ ഫാമിലി ഏട്ടന്മാരൊക്കെ നോക്കാൻ തുടങ്ങി മിലിയോ. അപ്പൊ അവൻ ഏതോ കോർണറിൽ നിന്ന് അമ്മേ അമ്മ ഭയങ്കര കരഞ്ഞോണ്ടല്ല വിളിച്ചത്, അമ്മേ അപ്പാന്നൊക്കെ ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ചു, പപ്പാന്ന് വിളിച്ചു. അവനൊരു അപ്പയുണ്ട്. അവൻ കരഞ്ഞില്ല, അവൻ പാനിക് ആയില്ല. അവൻ എന്ത് ചെയ്തു, സ്മാർട്ട് ആയിട്ട് കോർണറിൽ, കാരണം നമ്മള് ഭക്ഷണത്തിന് അവിടെ നിൽക്കാണ്. മിലിയോ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ബേബിയാണ്. ഓടി ചാടി വീണ് അവൻ അങ്ങനെയാണ്. അപ്പൊ നമ്മളിങ്ങനെയൊക്കെ ഒരു മാറ്റർ ഓഫ് സെക്കൻഡ്സ് പെട്ടെന്ന് ബ്ലിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് അവനെ കാണുന്നില്ല. അവനെന്തൊക്കെ കണ്ടിട്ട് ചോക്ലേറ്റ്സ് ഐസ്ക്രീം ഒക്കെ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ക്രൗഡ്. അപ്പം അവൻ മിസ്സായി പോയതാ. അപ്പം തന്നെ നമ്മൾ തേടാൻ തുടങ്ങി. ഇപ്പം അവൻ കോർണറിൽ നിന്നിട്ട് പപ്പ അമ്മ അപ്പയെന്നൊക്കെ വിളിക്കുമ്പം നമ്മൾ കേട്ടു. അപ്പം ഞാനും വിളിച്ചു, വലിയോന്ന് വിളിക്കുമ്പോൾ ആ ഐഡിയ ഉണ്ട് പറഞ്ഞു.
അപ്പം ഞാനിങ്ങനെ എനിക്ക് തന്നെ ഒരു എന്താ പറയുക ഭയങ്കര ഒരു റിലാക്സിങ്. നമ്മൾ ആരും അവനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. ക്രൗഡ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ അവൻ തന്നെ സ്വന്തമായിട്ട് അത് പഠിച്ചു. അപ്പം ഇതൊക്കെ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സിമ്പതി കാരണം ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഴുമ്പോഴത്തേക്ക് ഓടി കോരി എടുത്ത് അവരെ പുന്നാരിച്ച് അവരുടെ ആ ഒരു ധൈര്യത്തെ നമ്മൾ നശിപ്പിക്കരുത്. അപ്പം ഈ അങ്ങനെ പറഞ്ഞ ആൾക്കൊക്കെ ഇത് അറിയണം. കുട്ടികൾ അങ്ങനെയല്ല വളർത്തേണ്ടത്. ഇപ്പം ഒരുപാട് സിനിമയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ. അപ്പം അവർ പറഞ്ഞതിനോടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഒരുപാട് ഡോക്ടേഴ്സൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു റിയാക്ഷൻ ചെയ്തതൊക്കെ ഞാൻ കണ്ടു. എല്ലാം നമ്മൾ ആ ഒരു ടോപ്പിക്കിന് നമ്മളെല്ലാം ആ ടോപ്പിക്കിനെ ക്ലിയറായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരെ കുട്ടികൾ അങ്ങനെ ചെയ്യുമ്പം അവരുടെ ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ നശിപ്പിക്കുന്നത്. ആൾക്കൂട്ടത്തിൽ അവർ വളരട്ടെ. അവർ കുട്ടികളിപ്പം കുട്ടിയുണ്ടല്ലോ, എത്ര പ്രാവശ്യം കുട്ടി വീഴുന്നുണ്ട്, ഓടിപ്പോയി എടുക്കുക നമ്മൾ. അതെ, വീണ നമുക്കറിയാം അതിന്റെ വീഴ്ചയുടെ ആഘാതം എത്രയുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബേബിയാണ്. ലോകത്ത് നമ്മളെ ബേബീനെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇഷ്ടപ്പെടുന്ന പോലെയും ഒരു നെയ്ബറോ ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ അറിയുന്ന ഒരാളോ കാണുന്ന ഒരാളോ പറ്റില്ല. നമ്മളാണ് അവർക്ക് ജന്മം കൊടുത്തിരിക്കുന്നത്. അവന്റെ പെയിന് അവനേക്കാളും കൂടുതൽ നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പം ആൾക്കാർ എന്തായി പറയുന്നത് പറയട്ടെ, മണ്ടന്മാര്.